ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഹങ്കർ ടേൽസ്. ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ പറ്റിയ ഒരു ഈസി ഡെസേർട്ട് റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് ബേക്കൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. കീപ് വാച്ചിങ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വീറ്റ് ബ്രെഡാണ് ഒരു 5 to 6 പീസസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വേണം അത്രയും അത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒരു 200 grams അതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടോ വലുതായിട്ടോ കട്ട് ചെയ്താൽ മതി. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും മെൽറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഞാൻ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇത് നമുക്കിനി ഒരു സോസ് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടറും കൂടി ഇട്ടിട്ട് അൺസോൾട്ടഡ് ബട്ടറും കൂടി ഇട്ടിട്ട് ഇത് നമുക്കിനി മെൽറ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ചോക്ലേറ്റ് ഫുൾ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ പീസസ് ആക്കി വെച്ച് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്ഡ് വാൾനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കുക. ആൽമണ്ട്സ്, കാഷ്യൂ നട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ വാൾനട്ട്സ് ആണ് യൂസ് ചെയ്തത്. ചോക്ലേറ്റും വാൾനട്ട്സും നല്ലൊരു കോമ്പിനേഷനാണ്. അത് ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഞാനിവിടെ പുഡിംഗ് ബൗള് ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട് ബട്ടർ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഈ പുഡിംഗ് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഞാൻ ഇവിടെ 2 പോർഷൻസ് സെപ്പറേറ്റ് ബൗളിലാണ് സെർവ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റാക്കി എടുക്കാം. എന്നിട്ടൊരു 1 hour റൂം ടെമ്പറേച്ചറിൽ തന്നെ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് കസ്റ്റർഡ് സോസ് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ടൊരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറും 1/4 കപ്പ് പാലും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. പിന്നെ ഒരു സോസ് പാനിലേക്ക് ഒരു 1 കപ്പ് പാലും അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് പഞ്ചസാര അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കസ്റ്റേർഡ് മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. കസ്റ്റേർഡ് ഭയങ്കര അങ്ങോട്ട് പുഡിംഗ് കൺസിസ്റ്റൻസി ആക്കണ്ട. ഒരു സോസി കൺസിസ്റ്റൻസി തിക്കാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ അവിടെ കസ്റ്റേർഡ് സോസ് റെഡിയായി. പുഡിംഗ് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് സോസും കൂടി ഒഴിച്ച് കഴിച്ചു നോക്കാം. നല്ല ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതൊരു ഹോട്ട് പുഡിംഗ് ആയിട്ടും കഴിക്കാൻ പറ്റും, ഒരു കോൾഡ് പുഡിംഗ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. കസ്റ്റർഡ് സോസിന് പകരം ചോക്ലേറ്റ് സോസ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് വരണമായിരിക്കും. ബൈ.